ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലൈലാസ് ഗാർഡനിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്ലോണിമ ചെടിയുടെ പോട്ടി മിക്സാണ്. അപ്പോൾ ഞാൻ മുമ്പ് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. അതിൽ ഞാൻ പോട്ടി മിക്സിൻ്റെ കൂടെ ഉമി ചേർത്തിട്ട് ഞാൻ തയ്യാറാക്കുന്നത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കരിക്കട്ട ഉപയോഗിച്ചും നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അവർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അഗ്ലോണിമ ചെടിയുടെ വേരുകൾ എങ്ങനെ ചീഞ്ഞ് പോവുകയാണ്, അവ ചെടി വളർച്ച ഇല്ലാണ്ടിരിക്കുമ്പോൾ അത് പറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വേരൊക്കെ അഴുകി പോയിട്ട് അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കണമെന്ന്. അപ്പം എനിക്കും ആദ്യമൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പം ഞാനിപ്പോൾ പുതിയ പോട്ടി മിക്സ് തയ്യാറാക്കിയപ്പം അതിൽ നന്നായിട്ട് വളരുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതുകൂടെ നിങ്ങളെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണ്, ആ മണ്ണിൻ്റെ ആ ഒരു ചെളി പോലെയുള്ള മണ്ണായിരിക്കും ചിലപ്പം ചിലർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മണ്ണിൽ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വേര് ചെയ്യുന്ന അസുഖം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുന്ന മണ്ണ് ചെങ്കല്ല് നിറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ അത് പാറ പോലെ ഡ്രൈ ആയിരിക്കും ആ ഒരു മണ്ണ്. അതുപോലെ തന്നെ പാടമുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള മണ്ണാണെങ്കിൽ ചളി പോലെ ഒരു പശയുള്ള മണ്ണായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ ചെടികൾ വെക്കുമ്പം അതിൻ്റെ വേരുകൾക്ക് ഞെരുക്കം സംഭവിക്കും. അതുപോലെ അത് അമർന്ന് അഴുകി പോവാനും അതുപോലെ വായു സഞ്ചാരമൊന്നും ഇല്ലാത്തൊരു മണ്ണായിരിക്കും നമ്മൾ ഈ പോട്ടി മിക്സിൽ ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മണ്ണ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികൾ വളരുകയില്ല. അതിൻ്റെ വളർച്ച മുരടിച്ചിട്ടായിരിക്കും ആ ചെടി നിൽക്കുക. അപ്പോൾ അതിൻ്റെ വേരുകൾക്ക് എയർ സർക്കുലേഷൻ ഒന്നും ലഭിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ആ ചെടി വളരാതെ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ചെടീൻ്റെ ആ ഒരു മണ്ണിൻ്റെ കൂടെ ഒരു വെളുത്ത ഉരുണ്ടിട്ടുള്ളൊരു സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതറിയാത്തവർക്കാണ് ഞാൻ പറയുന്നത്. അത് പെർലൈറ്റാണ്. അത് നമ്മുടെ മണ്ണിൽ നല്ല വായുസഞ്ചാരം ചെടികൾക്ക് ഉണ്ടാക്കാനും നല്ല വളർച്ചയൊക്കെ ഉണ്ടാവാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ ഈ പെർലൈറ്റ് നമ്മുടെ ചെടിയെ സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള മണ്ണൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ പെർലൈറ്റ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ചെടികൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും കിട്ടും. അപ്പോൾ നമ്മൾ പെർലൈറ്റ് പോട്ടി മിക്സിൻ്റെ കൂടെ ഉപയോഗിച്ചിട്ട് ഒന്ന് പോട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ മുമ്പ് പോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. പെർലൈറ്റും ചേർത്തിരുന്നത്. അതുപോലെ തന്നെ ചാണകപ്പൊടി മണ്ണും മണലും കൂടി മിക്സ് ആക്കിയിട്ട് ആണ് ഞാനിത് ചേർത്ത് കൊടുത്തിരുന്നത്. ഇതിൽ ചകിരിച്ചോറോ ഓമിയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ വളർച്ചയൊക്കെയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചെയ്ത് വെച്ചിരുന്നതിൻ്റെ ചെടിയുടെ റൂട്ടാണ് ഈ കാണിച്ചു തരുന്നത്. പിന്നെ ഈ പോട്ടി മിക്സിൽ ഞാൻ മണ്ണിര കമ്പോസ്റ്റ് ചേർത്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ചേർക്കാം. അത് ഇല്ലെങ്കിൽ നമുക്ക് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉമി കിട്ടുകയാണെങ്കിൽ ഉമിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെർലൈറ്റ് ഉപയോഗിച്ചിട്ട് പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പെർലൈറ്റ്, അതുപോലെ തന്നെ മണ്ണും മണലും പിന്നെ ചാണകപ്പൊടി പിന്നെ ഉമിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്.
പെർലൈറ്റ് ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന മണ്ണുകൊണ്ട് ഈ ചെടികളുടെ വേരുകൾക്ക് എയർ സർക്കുലേഷൻ കിട്ടാനും അതുവഴി റൂട്ട് നന്നായിട്ട് വളരാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ സോയിലിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന കൂടുതലുള്ള വെള്ളത്തിനെ ഈ പെർലൈറ്റ് വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ചെടികളുടെ വേരുകളൊന്നും അഴുകി പോവില്ല. അങ്ങനൊരു ഗുണം കൂടി ഈ പെർലൈറ്റ് നമ്മൾ ഈ മണ്ണിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ട്. ഈ പെർലൈറ്റ് നമ്മൾ ചെടികൾക്ക് മണ്ണിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ചെടികൾക്ക് ആവശ്യമായ വളങ്ങളൊന്നും ഇതിൽ നിന്ന് കിട്ടൂല. ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഈ പെർലൈറ്റിനുണ്ട്. അതുപോലെ തന്നെ മണ്ണിനെ ലൂസാക്കുന്നു. പിന്നെ നമ്മുടെ വായു സഞ്ചാരം വേരുകൾക്ക് നൽകുന്നത് കൊണ്ട് ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാവും. അല്ലാതെ ഇത് നമ്മൾ പോട്ടി മിക്സിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ചെടികളുടെ മണ്ണിന് വളക്കൂറുള്ളതാക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ചെടികൾ വളരുന്നില്ല. പക്ഷേ നമ്മുടെ ചെടിക്ക് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ വേരുകൾക്ക് നല്ല വായു സഞ്ചാരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചെടികൾ നന്നായി വളരുകയും ചെയ്യും. പെട്ടെന്ന് തൈകൾ ഉണ്ടാവാനും ഒക്കെ ഈ പെർലൈറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ലതാണ്. അപ്പം നമ്മൾ പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് ഇത് പെർലൈറ്റ് ചേർക്കുമ്പോൾ അതിൽ മണ്ണിൻ്റെ അളവ് കുറച്ച് കൊടുക്കുക. മണ്ണ് ഒരുപാട് ചേർക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ചകിരിച്ചോറ് ചേർക്കാതിരിക്കുക. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അഗ്ലോണിമ ചെടികൾക്ക് ചകിരിച്ചോറ് ചേർക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ കഴിയുന്നതും ചകിരിച്ചോറ് ചേർക്കാതിരിക്കുക. അപ്പോൾ ഞാൻ ചകിരിച്ചോറിൽ വെച്ചിട്ടുള്ള ഒരു ചെടിയാണ് ഇത്. അതിൻ്റെ വയറിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ ചകിരിച്ചോറ് ചേർക്കാതുള്ളതൊക്കെ ഇതിൽ കാണാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ചകിരിച്ചോറിന് പകരമായിട്ട് നമുക്ക് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ ഊമി കിട്ടാനുണ്ടെങ്കിൽ ഊമി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് പെർലൈറ്റിൻ്റെ കൂടെ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് ചെടി വെച്ച് നോക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വളരുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു കരിക്കട്ട ഉപയോഗിച്ച് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാമെന്നുള്ളത്. അപ്പോൾ അതിലും നമ്മൾ ഇതുപോലെ തന്നെ കരിക്കട്ട ഉപയോഗിക്കുമ്പോൾ വേരുകൾക്ക് വായു സഞ്ചാരം ഉണ്ടാവും. അപ്പം നന്നായിട്ട് വളരുകയും ചെയ്യും. ഇതുപോലെ പോട്ടി മിക്സിൻ്റെ കൂടെ കരിക്കട്ട ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അത് എങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ട് എന്ന് കൂടെ ഇത് കാണുന്നവരെ അറിയിക്കണേ. അപ്പോൾ ഈ ചെടികൾ ഇപ്പോൾ ഞാൻ പെർലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റെഡിൽ വരുന്ന ചെടികളൊക്കെ പല കളറിലും പല ഷേപ്പിലും ആയിട്ട് തന്നെ റെഡിൽ തന്നെ ഒരുപാട് വ്യത്യാസമുള്ള ചെടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ലീഫുകൾ പല ഷേപ്പിലും ആയിട്ടുള്ളതാണ് ഓരോ ചെടികളതും. അപ്പോൾ നിങ്ങളുടെ അഗ്ലോണിമ ചെടി വളർച്ചയില്ലാതെ മുരടിച്ച് നിൽക്കുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോട്ട് മിക്സൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ പെർലൈറ്റ് പോട്ട് മിക്സിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അറിയാം അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലിയിലും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ബായ്.